നമസ്കാരം, ഞാൻ ആസിർ പൊന്നാട്. ചാനൽ 5+ൻ്റെ പൊന്നാടും ബേപ്പൂരും രണ്ടല്ല ഒന്നാണ് എന്ന ഞങ്ങളുടെ ഈ പോസ്റ്റ്മോർട്ടം. സാധാരണ ഞങ്ങളുടെ ചീഫ് എഡിറ്റർ നാസർ ബേപ്പൂരാണ് ചോദ്യം തുടങ്ങുന്നത്. ഇപ്രാവശ്യം നേരെ തിരിച്ച് തുടങ്ങണമെന്ന് തോന്നി. അപ്പോൾ നമസ്കാരം. അസ്സലാമു അലൈക്കും. ഹലോ. അങ്ങനെ പറ്റാം. അപ്പോൾ നമ്മളിപ്പോൾ ഇങ്ങനെ കാസർഗോഡ് നിന്ന് തുടങ്ങി, അത്യുത്തര കേരളത്തിൽ നിന്ന് തുടങ്ങി ഇങ്ങനെ വന്നു, കണ്ണൂർ വന്നു. ബോംബിൻ്റെ ബോംബ് ഫാക്ടറി നമ്മൾ അങ്ങോട്ട് പോയിട്ട് വരികയാണ്. പിന്നെ നമ്മുടെ വടകര കഴിഞ്ഞു. അവിടെ നമ്മുടെ കളരിപ്പയറ്റിൻ്റെയും പിന്നെന്താ പറയുക കളനാടൻ കളരിയുടെ ഒക്കെ നാടാണ്. അത് കഴിഞ്ഞ് നമ്മൾ നേരെ വയനാട്ടിൽ കയറിയപ്പോൾ നമ്മൾ ചർച്ച ചെയ്യാവുന്നത് വയനാട്ടിൽ സുൽത്താൻ ബത്തേരിൻ്റെ പേരൊക്കെ മാറ്റിയിട്ടൊന്നുമില്ലല്ലോ. പേരൊക്കെ മാറ്റും. ഇപ്പോൾ അറബിക്കടലിൻ്റെ പേര് ചിലപ്പോൾ മാറും. ഇപ്പോൾ അങ്ങനെ മാറിക്കൊണ്ടിരിക്കും. അവിടെ നിന്ന് ഇങ്ങനെ നമ്മൾ മലപ്പുറത്ത് വന്നു. ഇപ്പോൾ നമ്മൾ കോഴിക്കോട് വന്നു. നിങ്ങളുടെ ബേപ്പൂര് അടക്കമുള്ള കോഴിക്കോട് വന്നു. ഈ അത്യാവശ്യം വധങ്ങളൊക്കെ കഴിഞ്ഞു. മലപ്പുറം ജില്ല കഴിഞ്ഞ് നമ്മളൊരു സമാധാനത്തിൻ്റെ മേഖലയിൽ കൂടെ കയറിയിട്ട് കേരളത്തിൻ്റെ കാർഷിക ഭൂമിയായ പാലക്കാട് എത്തിക്കൊണ്ടിരിക്കുക. കേരളത്തിൻ്റെ ബോർഡറാണ്. പിന്നെ കാസർഗോഡ് ഒരു പാലക്കാട് ഒരു വരണ്ട ഭൂമിയാണ്. കാസർഗോഡിനെ പോലെയല്ല. ചൂട് സഹിക്കാൻ കഴിയില്ല. ഞാൻ പാലക്കാട് വർക്ക് ചെയ്തിട്ടുണ്ട്. ഭയങ്കര ചൂട് വെച്ചാൽ നമുക്ക് സഹിക്കാൻ പറ്റില്ല. ഇപ്പോൾ പാലക്കാടും എല്ലാം ഒരുപോലെയായി. ഇപ്പം മഴയൊക്കെ കിടക്കുന്നത് ദുബായിലും അബുദാബിയിലും UAയിലും അതൊക്കെയാണ്. ഇപ്പോൾ മഴയില്ല, വെയിൽ മാത്രമാണ്. അപ്പോൾ നമ്മളിവിടെ ഒരു മഴയൊക്കെ കഴിഞ്ഞിങ്ങനെ ആസ്വദിച്ചിരിക്കുകയാണ്. അപ്പോൾ പാലക്കാടൊക്കെ പൊള്ളുന്ന ചൂടാണ്. വളരെ ശ്രദ്ധിക്കണം. ഈ ചൂട് കൊണ്ട് സഹിക്കാൻ പറ്റാത്ത ചൂട് സഹിച്ചുകൊണ്ടാണ് പാലക്കാട് ജനാധിപത്യ വിശ്വാസികൾ വോട്ട് രേഖപ്പെടുത്തുന്നത്. അപ്പോൾ താങ്കളുടെ ഈ പാലക്കാടിനെ കുറിച്ച് വിലയിരുത്തുന്നതിൽ താങ്കൾ ആർക്കും പിടികൊടുത്തിട്ടില്ല? ഇല്ല. പക്ഷെ അവിടെ എങ്ങാണ്ട് വിജയരാഘവൻ ജയിക്കാൻ സാധ്യത, ചെറിയ ഒരു സാധ്യത താങ്കളുടെ മനസ്സ് പോലെ തന്നെ ഇടതുപക്ഷ സ്ഥാനാർത്ഥി ജയിക്കാൻ സാധ്യത ഉണ്ടെന്ന് താങ്കൾ അങ്ങനല്ല. മനസ്സ് പോലെ അല്ലെങ്കിൽ മനസ്സ് പോലെ അല്ല, മൂപ്പര് ആഗ്രഹം പോലെ ആയിക്കോട്ടെ. അപ്പോൾ അവിടെ ഇടതുപക്ഷം ജയിക്കാൻ ഒരു ചെറിയൊരു സാധ്യത പുള്ളിക്ക്, എനിക്കത് അങ്ങനെ തോന്നുന്നില്ല. കാരണം പാലക്കാട്, ഞാൻ പാലക്കാട് വർക്ക് ചെയ്യുന്നൊരു കൊല്ലമുണ്ട്. എനിക്ക് തോന്നുന്നത് ഇയർ കൃത്യമായിട്ട് ഓർമ്മയില്ല, 91 അതായത് VS വിജയരാഘവന്റെ സാമ്രാജ്യം തുടർച്ചയായിട്ട് VS ജയിച്ച് VS അവിടെ ചോദ്യം ചെയ്യപ്പെടാത്ത രാജാവായി നിൽക്കുന്ന കാലത്ത് പാലക്കാട് ഒരു വേറൊരു വിജയരാഘവൻ വരും. വിജയരാഘവൻ ഞാൻ മലപ്പുറം കോളേജിൽ പഠിക്കുന്ന വിജയരാഘവനെ കണ്ടിട്ടുണ്ട്. പിന്നെ അത് ചെറുപ്പക്കാരനാണ്. അത് ഇന്നത്തെ വിജയരാഘവനല്ല കേട്ടോ. അന്നത്തെ വിജയരാഘവൻ്റെ പ്രസംഗം, അന്നത്തെ വിജയരാഘവൻ്റെ പെർഫോമൻസ്, നമ്മളൊക്കെ ഇങ്ങനെ പിന്നെ പോകുമ്പോൾ വിജയരാഘവൻ്റെ പ്രസംഗം കേട്ട് അഗ്രഹാരത്തിലൊക്കെ ഉള്ള സ്ത്രീകളൊക്കെ ഇങ്ങനെ നോക്കി നിൽക്കുമ്പോൾ എൻ്റെ ഒരു സുഹൃത്ത്, പത്രപ്രവർത്തകർ, കേരളത്തിൽ അറിയപ്പെട്ട പത്രത്തിൽ എന്നോട് നാസർ, ഇപ്രാവശ്യം പാലക്കാടിൻ്റെ കാറ്റ് മാറി വീശുമെന്ന് പറഞ്ഞു. സത്യത്തിൽ അന്ന് എല്ലാവരും അത്ഭുതപ്പെടുത്തിക്കൊണ്ട് വിജയരാഘവൻ VS വിജയരാഘവൻ പരാജയപ്പെടുത്തി. ഐതിഹാസികമായ വിജയമായിരുന്നു. നല്ല വിജയമായിരുന്നു. അന്ന് വിജയരാഘവൻ നല്ല മനുഷ്യനായിരുന്നു കേട്ടോ. പറയട്ടെ, ഞാനൊക്കെ പറയാം. നമ്മൾ കഥ പറഞ്ഞു വരുമ്പോൾ അതിൻ്റെ ഇടയ്ക്ക് കയറി പറയുന്നത് എനിക്ക് അവിടുന്ന് ഇങ്ങോട്ട് എത്തണല്ലോ. വീണ്ടും മലപ്പുറത്തെത്തി തിരിച്ച് മൂപ്പൻ്റെ പിന്നെ എന്ത് സമിതിയാണ് പാർട്ടിയുടെ ഇങ്ങനെ പോയിട്ട് പോളിറ്റ് ബ്യൂറോ ഒക്കെ വന്ന് അവിടുന്ന് കീപ്പിട്ട് ഇങ്ങനെ പാലക്കാട്ടേക്ക് വരുമ്പോൾ കുറേ സമയം പിടിക്കും. പിന്നെ മൂപ്പരുടെ ഭാര്യയാണ് നമ്മുടെ ഉന്നത വിദ്യാഭ്യാസ മന്ത്രി. അപ്പോൾ രണ്ടാളും മോശമൊന്നുമില്ല, രണ്ടാളും അല്ല അങ്ങനെയാണ്. പക്ഷെ രണ്ടാളും ഒന്നിനൊന്ന് ഒരു കാര്യത്തിൽ രണ്ടാളും അവർ രണ്ടും ഏകദേശം ഒരുപോലെയാണ്. ഇപ്പോൾ എനിക്കൊക്കെ ആ കാലത്ത് വിജയരാഘവൻ ഭയങ്കര മതിപ്പായിരുന്നു. പിന്നെ പുള്ളി വായ തോന്നുന്നതൊക്കെ വിളിച്ചു പറയാൻ തുടങ്ങി. പുള്ളിയുടെ ബോഡി ലാംഗ്വേജ് മാറി. അതുകൊണ്ടാണോ അറിയില്ല, പിന്നെ എനിക്കൊന്ന് 2003 വർഷം നിന്നിട്ടുള്ളൂ തോന്നുന്നുണ്ട്. പിന്നെ അസംബ്ലി തെരഞ്ഞെടുപ്പ് വന്നപ്പോൾ ഇതേ വിജയരാഘവനെ VS വിജയരാഘവൻ തോൽപ്പിച്ചു. അങ്ങനെയാണ് ചരിത്രം. അല്ലേ? അങ്ങനെ തന്നെയാണ്. അതിലെനിക്ക് ഓർമ്മയില്ല. വിജയരാഘവനോട് രണ്ടാമത് തോറ്റിട്ടുണ്ട്. പിന്നെ വിജയരാഘവൻ്റെ തോൽവിയുടെ കഥ മാത്രമേ നമ്മൾ കോഴിക്കോട് ഇപ്പോൾ നമ്മളെ എളമരം കരീമിന് പകരം മത്സരിച്ചു, തോറ്റു. പിന്നെ പുള്ളിയുടെ പരാമർശങ്ങളൊക്കെ ഇപ്പോൾ പാണക്കാട് നമ്മുടെ ക്യാപ്ഷനും അങ്ങനെയാണ് അല്ലേ? വിജയരാഘവൻ വടക്കോട്ട് വണ്ടി കയറുമ്പോൾ വെച്ചാൽ എങ്ങോട്ടും ആവാം. പാലക്കാടിൻ്റെ
സത്യം വടക്കോട്ട് കയറി 2-3 അർത്ഥമുണ്ട്. അപ്പോൾ അത് പറഞ്ഞപ്പോൾ എനിക്ക് ഓർമ്മ വന്നത് പണ്ട് വിജയരാഘവൻ വലിയ പ്രസ്ഥാനമുണ്ട്, പാണക്കാട് തങ്ങൾ വടക്കോട്ട് കയറിയാൽ അവിടെ കലാപം എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ആണ് ആദ്യത്തെ സ്വഭാവമൊക്കെ മാറി. പിന്നെ നമ്മുടെ ആ പാവം പാടുപെടുന്ന നമ്മുടെ പെങ്ങളൂട്ടിനൊക്കെ വളരെ മോശമായിട്ട് ഇപ്പോൾ ശൈലജ ടീച്ചറൊക്കെ തെറി വിളിച്ചു എന്നൊക്കെ പറഞ്ഞ് അതൊക്കെ പിന്നെ സ്ത്രീയുടെ ഇതിനെക്കുറിച്ചൊക്കെ പരാമർശിക്കുന്ന ആളുകൾ നമ്മളന്ന് കണ്ടിട്ടില്ല. വളരെ മോശമായിട്ട് പരാമർശം അതൊക്കെ അന്ന് എന്തെന്നാലും എനിക്ക് തോന്നുന്നത് അന്ന് ശരിക്കും ഒരു നന്ദി പിന്നെ ആര് രേഖപ്പെടുത്തണം, നമ്മുടെ രമ്യ ഹരിദാസ് വിജയരാഘവൻ ഒരു നന്ദി കൊടുക്കുക. അത് നമുക്ക് മറന്നും തോന്നുന്നുണ്ട്. കാരണം അതെല്ലാം ഈ രമ്യയുടെ വൻ വിജയത്തിന് കാരണമായിട്ടുണ്ടായിരുന്നു. അപ്പോൾ അടുത്ത മണ്ഡലമാണ്. തീർച്ചയായിട്ടും. അപ്പോൾ ഇപ്രാവശ്യം പാലക്കാട് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ രാഹുൽ ഗാന്ധിയുടെ തരംഗം ഇല്ലെങ്കിൽ ജയിക്കുന്ന ഒരാളല്ല ശ്രീകണ്ഠൻ. ആരും അവസാന നിമിഷം പോലും ജയിക്കുമെന്ന് പ്രതീക്ഷിച്ചിട്ടില്ല. കാരണം പാലക്കാട് അതിന് തൊട്ടടുത്ത തെരഞ്ഞെടുപ്പിൽ വീരേന്ദ്രകുമാർ ഐക്യജനാധിപത്യ മുന്നണിയിലായിരുന്നു. വീരേന്ദ്രകുമാറിനെ അതിന് മുമ്പ് രാജേഷ് തോൽപ്പിക്കുന്നത്, MP രാജേഷ് തോൽപ്പിക്കുന്നത് 1,00,000-ൽ പരം വോട്ടുകൾക്ക്. അപ്പോൾ അവിടേക്ക് ഒരിക്കലും മാറ്റം ഉണ്ടാവില്ല. നിങ്ങൾ നേരത്തെ ഇന്നലെ എന്നോട് മലപ്പുറത്തൊക്കെ ചോദിച്ചിരുന്നു, മലപ്പുറത്ത് എങ്ങനെ അത്ര വന്നതെന്ന് വെച്ചാൽ 1,00,000-ൽ പരം വോട്ടിൻ്റെ ഭൂരിപക്ഷം ഒരിക്കലും മറികടക്കാമെന്ന് കരുതൂരാന്ന് കരുതുമ്പോഴാണ് ശ്രീകണ്ഠൻ 11,000 സംതിങ് അത്ര എങ്ങാണ്ടുള്ളൂ വോട്ടിന് ജയിക്കുന്നത്. പക്ഷേ ഇപ്പോൾ ചിത്രം മാറി. ഇപ്പോൾ ശ്രീകണ്ഠൻ MP ആയതിനു ശേഷം അദ്ദേഹം ഒരു 100% വിജയമാണ്. പിന്നെ മണ്ഡലങ്ങളിൽ ജനങ്ങളുമായിട്ട് ഇടപഴകാനും മറ്റെല്ലാ കാര്യങ്ങളിലും ഒരു സ്വീകാര്യത ഉണ്ട്. ജനങ്ങളോടൊപ്പം നിൽക്കുന്ന ഒരു MP അവർക്ക് കിട്ടി. അപ്പോൾ അതാണ് ഒരു പ്ലസ് പോയിൻ്റ്. അത് നിങ്ങൾ കണ്ടിട്ടില്ല എന്ന് തോന്നുന്നു. രണ്ടാമതൊന്ന്, പാലക്കാട് കോൺഗ്രസ്സിൽ ഇതുപോലെ ഒരുപാട് ഗ്രൂപ്പീസുണ്ട്. അറിയാലോ. ഇപ്പോൾ ഇയാളുടെ പേര് എന്താണ്, ഇപ്പോൾ അയാളുടെ പേര് മറന്നല്ലേ ഞാൻ. ഇപ്പോൾ DCCയുടെ നേതാവ്, ഇപ്പോൾ അയാൾ പഞ്ചായത്ത് പ്രസിഡൻ്റായിരുന്നു. ഇപ്പോൾ കോൺഗ്രസ്സിൽ നിന്നും അയാളുടെ പേര് വയസ്സായതുകൊണ്ട് എനിക്ക് ചിലപ്പോൾ മറതി വരുന്നുണ്ട്. കുഴപ്പമില്ല. ഇപ്പോൾ അവിടെ അതുപോലെ ഒരുപാട് ഗ്രൂപ്പുണ്ട് കോൺഗ്രസ്സിൽ. വേറെ DCC പ്രസിഡൻറ്റ്, CPM പോയിട്ട് DC സെക്രട്ടറി CPM പോയിട്ടുണ്ട്. അത്യാവശ്യം നല്ല ഒരു ചീത്തപ്പേര് പറയിപ്പിക്കാത്ത, കാരണം കോൺഗ്രസിൻ്റെ ചീത്തപ്പേര് എന്ന് പറഞ്ഞാൽ നിലവിലുള്ള ഗ്രൂപ്പീസോ ഇല്ലാഞ്ഞാൽ കോൺഗ്രസ് ആവില്ല കേരളത്തിൽ. അത് പിന്നെ ഒരു മോശമാണ്. അപ്പോൾ അങ്ങനെ ആ ഗ്രൂപ്പീസൊക്കെ അത്യാവശ്യം നല്ലവരുള്ള പഞ്ചായത്താണെങ്കിൽ മണ്ഡലമാണെങ്കിൽ പോലും ഈ തെരഞ്ഞെടുപ്പിൽ ശ്രീകണ്ഠൻ അനുകൂലമായ കുറേ ഘട്ടങ്ങളുണ്ട്. പിന്നെ ഒന്ന് ഭരണവിരുദ്ധ വികാരം അത് നല്ലപോലെ ജയിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ചും വിജയരാഘവനായതുകൊണ്ട്. പിന്നെ നമ്മൾ കാണാതെ പോകേണ്ട കാര്യമുണ്ട്. അവിടെ BJPയുടെ സ്ഥാനാർത്ഥി വളരെ ശക്തനാണ്. പാലക്കാട് മുനിസിപ്പാലിറ്റി BJP ഒറ്റക്കാണ് ഭരിക്കുന്ന സ്ഥലമാണ്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ എനിക്ക് തോന്നുന്നത് 2,00,000-ൽ പരം വോട്ടുകൾ BJPയുടെ സ്ഥാനാർത്ഥി നേടിയിട്ടുണ്ട്. പുള്ളി മലമ്പുഴയിൽ മത്സരിച്ചിട്ട് 2ാം സ്ഥാനത്ത് വരെ, കോൺഗ്രസ് 3ാം സ്ഥാനത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ആ വോട്ടുകൾ എങ്ങോട്ടൊക്കെ എന്തൊക്കെ ആർക്കൊക്കെ ബാധിക്കുമെന്ന് പറയാൻ കഴിയില്ല. കഴിഞ്ഞ അസംബ്ലി തെരഞ്ഞെടുപ്പിൽ പിന്നെ നമ്മുടെ മെട്രോ ശ്രീധരനോട് ഭാഗ്യത്തിനാണ് ഷാഫി ജയിച്ചത്. ഇപ്പൊ CPM പറഞ്ഞു അഥവാ വടകര ഷാഫി ജയിച്ചാൽ പാലക്കാട് BJP കൊണ്ടുപോയി മാറും. CPM എഴുതി കൊടുത്തു BJPക്ക് ഇപ്പൊ തന്നെ അസംബ്ലി തെരഞ്ഞെടുപ്പിലേ. അതാണ് അതിന്റെ അർത്ഥം. പാലക്കാട് വടകര ജയിച്ചാൽ ഇവിടെ CPM BJPക്ക് ഒരു സീറ്റ് ഇടുന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ അങ്ങനെ രാജേഷ് ഒരു ആരോപണം രാജേഷ് മാത്രമല്ല, അത് പലരും ഏറ്റുപിടിച്ചു. അപ്പോൾ രാജേഷിനെ സംബന്ധിച്ചിടത്തോളം അവിടെ BJPയുടെ ശക്തിയാണ് CPMനേക്കാളും പാലക്കാട് ശക്തി ഉണ്ട് ചില മേഖലയിൽ എന്ന് തെളിയിക്കുകയാണ് ചെയ്തത്. അപ്പോൾ എൻ്റെ അഭിപ്രായം നിങ്ങളൊരു പുനരാലോചന കൂടി നടത്തണം. ഇപ്പോൾ കൗണ്ടിങ് കഴിഞ്ഞു, വോട്ട് എണ്ണി തീർന്നില്ല, വോട്ടിങ് കഴിഞ്ഞു. ഈ സാഹചര്യത്തിൽ ഇപ്പോൾ നിങ്ങൾക്ക് ആദ്യം പറഞ്ഞതിൽ മാറ്റി പറയാൻ എന്തെങ്കിലും സാധ്യത തോന്നുന്നുണ്ടോ? സാധ്യതയൊന്നും ആ പറഞ്ഞ പോലെ തന്നെ നിൽക്കുകയാണ്. ഞാൻ പറഞ്ഞത് ജയരാഘവൻ വിജയിക്കുമെന്നല്ല, ജയരാഘവന് നേരിയൊരു സാധ്യതയുണ്ട്, ഒരു ചെറിയ കാറ്റ്. അതേസമയത്ത് ശ്രീകണ്ഠനെ കുറിച്ച് താങ്കൾ പറഞ്ഞത് വളരെ കറക്റ്റാണ്. അദ്ദേഹം ഒരു MP-യുടെ കടമ നിർവഹിക്കുന്ന MP തന്നെയാണ്. നല്ലൊരു MP-യാണ്. പാലക്കാട് മേഖലയിൽ തന്നെ ഒരു പേരെടുത്ത ആർക്കും അറിയാത്ത ഒരു നേതാവ്. ആരാണ് MP രാജേഷിനെ പോലെ അറിയപ്പെടുന്ന ഒരു കമ്മ്യൂണിസ്റ്റ് നേതാവിനോട് MP ആയിരിക്കുന്ന നിലവിലുള്ള MP രാജേഷിനെ പോലെ പ്രതിഭാധനായിട്ടുള്ള നല്ല ചെറുപ്പക്കാരനോട് ഏറ്റുമുട്ടുന്നത് ആരാണ് ഈ ശ്രീകണ്ഠൻ എന്ന് ആൾക്കാർ വിചാരിച്ചിരുന്നു.
പാലക്കാട്ടുകാർക്ക് പോലും സംശയമുണ്ടാകുന്ന ആ രാഹുൽ തരംഗമില്ലായിരുന്നുവെങ്കിൽ ഒരിക്കലും ജയിക്കാൻ സാധ്യതയില്ലാത്തൊരു അതെ അത്രേ ഉള്ളൂ. 1 ലക്ഷത്തിന്റെ മൃഗീയ ഭൂരിപക്ഷം മറികടന്നിട്ട് അപ്പോൾ അത്രയും കൂട്ടണം, അത്രയും വോട്ടുകൾ മറിയണം. അത് കോൺഗ്രസ്സുകാരും UDF പോലും പ്രതീക്ഷിക്കാത്തൊരു വിജയമാണ് ശ്രീകണ്ഠൻ വിജയിക്കുമെന്നുള്ളത്. പക്ഷേ MP ആയതിനു ശേഷം അദ്ദേഹത്തിൻ്റെ പ്രവർത്തനം, ഞാൻ അദ്ദേഹത്തെ ഏറ്റവും ആദരവോടെ കണ്ട ഒരിതുണ്ട്. ഈ കേരളത്തിലെ കോവിഡ് ആളുകളെല്ലാം വല്ലാതെ ഒരു അങ്കലാപ്പിലാകുന്ന സമയത്ത് ഏറ്റവും നല്ല പ്രവർത്തനം കാഴ്ചവെച്ച MP കേരളത്തിൽ ആരെയെന്ന് ചോദിച്ചാൽ അത് ശ്രീകണ്ഠൻ എന്ന് തന്നെ പറയേണ്ടി വരും. കാരണം ഫേസ്ബുക്കിലൂടെ ആളുകൾക്ക് ആർക്ക് വേണമെങ്കിലും അദ്ദേഹത്തിൻ്റെ സോഷ്യൽ ഇതിലൂടെ നേരിട്ട് അപേക്ഷ കൊടുക്കുകയും അവർക്ക് ആവശ്യമായ മരുന്നുകളും സഹായങ്ങളും എത്തിക്കാൻ ഏത് സമയവും കോവിഡ് എന്ന മഹാമാരിയുടെ ഭീതിയെ മറന്നുകൊണ്ട് പോയ ഒരു നല്ല MP ആണ്. പാലക്കാടിൻ്റെ MLA ഷാഫിനെ പോലെ തന്നെ ശ്രീകണ്ഠനും ജനങ്ങളോടൊപ്പം നിന്ന് ജനങ്ങളോടൊപ്പം പിന്നെ അവരുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കി അവിടെ ജാതിയോ മതമോ രാഷ്ട്രീയോ ഒന്നുമില്ലാതെ ജയിക്കേണ്ടത്. അതുകൊണ്ട് തന്നെ അത് അദ്ദേഹം ജയിക്കേണ്ടത്. അതാണ് ഞാൻ പറഞ്ഞത്. അതിൽ ഒരാൾ എന്ത് നന്മ ചെയ്തു എന്നതല്ല ഒരു തെരഞ്ഞെടുപ്പിലെ വിജയത്തിൻ്റെ മാനദണ്ഡമായി മാറുന്നത്. അങ്ങനെയാണെങ്കിൽ എത്രയോ നല്ല ആൾക്കാർ ജയിക്കേണ്ടിയിരുന്നു. ONV കുറുപ്പ് നല്ല സ്ഥാനാർത്ഥികളായിരുന്നു, പരാജയപ്പെട്ടു. അപ്പോൾ നമ്മുടെ പിന്നെ നമ്മുടെ എന്താ പറയുക പിന്നെ മാധവിക്കുട്ടി എന്താണ് പറയാ, അങ്ങനെയുള്ള എത്രയോ നല്ല ആളുകൾ, അവരൊക്കെ അവരന്ന് പറഞ്ഞിരുന്നത്, അവരെ പറഞ്ഞ് പറ്റിച്ചിരുന്നത് വെച്ചാൽ തിരുവനന്തപുരത്ത് അവർ മത്സരിച്ചാൽ UDFന് ഇടതുപക്ഷത്തിനും വലതുപക്ഷത്തിനും കെട്ടിവെച്ച കാശ് കിട്ടൂലായിരുന്നു. പക്ഷേ ആ സാധുവിൻ്റെ കാശോ മത്സരിപ്പിച്ചവരുടെ കാശോ എന്തായാലും പൊതു ഖജനാവിലേക്ക് പോയി, കെട്ടിവെച്ച കാശ് കിട്ടില്ല എന്നാണ് എൻ്റെ ഓർമ്മ. അപ്പോൾ അങ്ങനെ നന്മയല്ല, ഒരാളുടെ നന്മയോ പ്രതിഭയോ ഒന്നുമല്ല തെരഞ്ഞെടുപ്പിൽ മാനദണ്ഡങ്ങളാകുന്നത്. തെരഞ്ഞെടുപ്പിൽ അപ്പോഴത്തെ ഒരു ട്രെൻഡാണ് ഏറ്റവും പ്രധാനം, രാഷ്ട്രീയമാണ് അതിൽ പ്രധാനം. ആ ട്രെൻഡ് ഇപ്പോൾ അനുകൂലമായിട്ടല്ലല്ലോ. ആ ട്രെൻഡ് ഒരുപാട് വിരുദ്ധ ഘടകങ്ങൾ ഇടതുപക്ഷത്തിന് വിജയരാഘവനെതിരെ ഉണ്ട്. അത് താങ്കൾ പറഞ്ഞത് വളരെ കറക്റ്റാണ്. എന്താണെന്ന് വെച്ചാൽ ഒരു ഭരണവിരുദ്ധമായ വികാരം ജനങ്ങൾക്കിടയിലുണ്ട് എന്നുള്ള കാര്യം എത്ര നിഷേധിക്കാൻ ശ്രമിച്ചാലും ഉണ്ട് എന്നുള്ളത് ആ സത്യത്തെ മൂടി വെക്കാൻ കഴിയില്ല. ഭരണവിരുദ്ധമായൊരു വികാരമുണ്ട്. രണ്ടാം പിണറായി സർക്കാരിനോട് ഒന്നാം പിണറായി സർക്കാരിനോടുണ്ടായിരുന്നൊരു ആഭിമുഖ്യം ജനങ്ങൾക്കില്ല. അത് സ്വാഭാവികമാണ്. അങ്ങനത്തെ ഒരു പ്രശ്നമുണ്ട്. പിന്നെ ഇദ്ദേഹത്തിൻ്റെ പ്ലസ് പോയിൻറ്റുകൾ, ശ്രീകണ്ഠൻ്റെ പ്ലസ് പോയിൻറ്റുകൾ, ഇതെല്ലാം വെച്ച് നോക്കുമ്പോൾ സാധ്യത ശ്രീകണ്ഠന് തന്നെ. അതുപോലെ തന്നെ വരൾച്ച പോലെയുള്ള പ്രശ്നങ്ങൾ വളരെയേറെ അഭിമുഖീകരിക്കുമ്പോൾ സംസ്ഥാനത്തിൻ്റെ ഭാഗത്തു നിന്ന് ഒന്നും കിട്ടിയില്ല എന്നുള്ളൊരു വലിയ പരാതി ആളുകളുടെ ഇടയിലുണ്ട്. അതുപോലെ തന്നെ കാർഷിക വിളകളുടെ വില കുറയുന്നത്, വില കിട്ടാത്തതിൻ്റെ കാരണം അതല്ല, അത് വിവരമുണ്ടെങ്കിൽ മനസ്സിലാക്കാൻ പറ്റും. 620 കോടി രൂപയുടെ പെൻഡിങ്ങാണ് പിന്നെ എവിടെയുള്ളത്. കേന്ദ്ര വിഹിതം 620 കോടി രൂപ കൊടുക്കാൻ വേണ്ടിയിട്ട് കഴിഞ്ഞ വർഷം അപേക്ഷ കൊടുത്ത് ഇതുവരെ അത് പാസ്സാക്കിയ കേരളത്തോട് കേന്ദ്ര സർക്കാർ ചെയ്യുന്ന വിവേചനത്തിൻ്റെ കേരളത്തോട് മാത്രമല്ല BJP ഇതര സർക്കാരുകളോട് BJP സർക്കാർ ചെയ്യുന്ന മോദി സർക്കാർ ചെയ്യുന്ന വിവേചനത്തിന്റെ ഭാഗമായിട്ടാണ് അതിന് കേരള സർക്കാരിനെ കുറ്റപ്പെടുത്തി. പക്ഷേ വേറൊരു കാര്യമുണ്ട്, കേരള സർക്കാരിനെ കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ലെങ്കിൽ പോലും നിങ്ങൾ UDFകാർ അത് കേരള സർക്കാരിൻ്റെ കുറ്റമായിട്ട് എണ്ണിത്തള്ളുന്നുണ്ട്. ഒരു കേന്ദ്രം മാത്രമാണ്, പിന്നെ കേന്ദ്ര ഗവൺമെൻറ് മതിയല്ലോ. അല്ല പറയട്ടെ, ഇപ്പോൾ നെല്ല് സംഭരണത്തിലുണ്ടാവും. അത് മാത്രമല്ല പല പിന്നെ BJP ഇതര സംസ്ഥാനങ്ങളോട് BJP ചിറ്റമ്മ നയം കാണിച്ചിട്ടുണ്ട്. അതും പിന്നെ സമുദായത്തോട് കാണിക്കുന്നൊക്കെ ഉണ്ട്. അത് എന്നിട്ട് പോലും അവിടെ പറയുമ്പോൾ ഒന്നും കൂടി പറയണം, ഇത് BJP കാണിക്കുന്നത് പോലെ തന്നെ ചില പദ്ധതികൾ കൃത്യമായിട്ട് അത് സമർപ്പിക്കാൻ കഴിയാത്തതുകൊണ്ട് കേരള സർക്കാരിൻ്റെ കൊള്ളരുതായ്മ കൊണ്ട് നഷ്ടപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ടാണല്ലോ ഈ വിമർശിക്കുന്ന BJPയുടെ ഗുജറാത്ത് പോയിട്ട് അഡ്മിനിസ്ട്രേഷൻ പഠിക്കാൻ വേണ്ടി ഇവിടെ നാളെ കൊണ്ട് വിട്ടു എവിടെ ഉണ്ടെന്നല്ല കേരളത്തിൽ നിന്ന്. അതെ അങ്ങൊക്കെ ഉണ്ട്. എന്നാൽ പോലും ഈ കേന്ദ്രവിഹിതം തടഞ്ഞു വെക്കുക എന്ന് പറഞ്ഞാൽ അത് ഒരിക്കലും ന്യായീകരിക്കാൻ കഴിയില്ല. ഞാനത് അത് ബേപ്പൂരിൻ്റെ കൂടെ ഞാനുണ്ട്. അതല്ല, അപ്പോൾ അതിൽ ഞാൻ പറയുന്നത്, അപ്പോൾ അത് എതിരായിട്ടുള്ള ഒരു ഘടകമാണ്. പക്ഷേ അത് ഇടതുപക്ഷത്തിൻ്റെ കൊള്ളരുതായ്മയെന്ന് പറഞ്ഞ് ചിത്രീകരിക്കപ്പെടുന്നുണ്ട്. ഒരു നെല്ലിന് കാശ് കിട്ടാത്തതിന് മാത്രം ഇടതുപക്ഷത്തെ കുറിച്ച് പറയാം. വേറെ എന്തൊക്കെയുണ്ട്? പിന്നെ നമ്മൾ 1001 രാവുകൾ പോലെ പറഞ്ഞാലും തീരാത്ത അഴിമതി കഥകളും പോലീസിന്റെ നിഷ്ക്രിയത്വം അത് പോട്ടെ. മാണി പിന്നെ മാണിക്ക് കൂട്ടുപിടിച്ച ആൾക്കാർ അങ്ങനെ പലതും പറയുമ്പോൾ അങ്ങനെ പറയേണ്ടി വരും.
ഇവിടെയാണ്, അത് വേറെ കാര്യം. അതൊക്കെ വേറെ കാര്യം. അപ്പോൾ ഞാൻ പറയുന്നത് ഇങ്ങനെയുള്ള എതിർ ഘടകങ്ങളെല്ലാം ഉണ്ട്. പക്ഷേ പക്ഷെ അന്ന് വേറെ സംഭവം ഉണ്ട് കേട്ടോ. ഈ മാണിയെ കുറിച്ച് പറയുമ്പോഴേ അന്ന് CPM പ്രസംഗിച്ചിരുന്ന പ്രസംഗം എല്ലായിടത്തും പറഞ്ഞായിരുന്നു. പിണറായി അടക്കം പറയുന്നത് മാണിയുടെ വീട്ടിൽ നോട്ടുണ്ടല്ലേ എന്തുണ്ട്. പക്ഷെ എനിക്ക് തോന്നുന്നത് മകൻ CPM പാളത്തേക്ക് പോയപ്പോൾ ആ നോട്ടിന് യന്ത്രം ഇപ്പോൾ AKG സെൻറ്ററിലാണോ അതോ പിണറായിയുടെ വീട്ടിലാണോ വെച്ചതെന്ന് ഒരു സംശയം. അപ്പോൾ ഇവിടെ നമ്മൾ അപ്പം ഞാൻ പറയുന്നത് ഈ ശ്രീകണ്ഠനെ നല്ല സ്ഥാനാർത്ഥിയാണ്. ശ്രീകണ്ഠന് എതിരെ വരാവുന്ന ഫാക്ടേഴ്സ് വളരെ കൂടുതലുമുണ്ട്. എന്നാൽ പോലും ഈ പാലക്കാട് എന്ന് പറയുന്നത് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നോക്കുമ്പോൾ പാലക്കാട്ടെ 5 മണ്ഡലങ്ങൾ കിടക്കുന്നത് ഇടതുപക്ഷത്തിൻ്റെ കയ്യിലാണ്. 2 മാത്രമേ ആരുടെ കയ്യിലുള്ളൂ. UDF അത് തന്നെ നേരിയ ഭൂരിപക്ഷമാണുള്ളത്. അല്ല ഇവിടെ നല്ല ഭൂരിപക്ഷം ഉണ്ട് കേട്ടോ. ഇവിടെ മണ്ണാർക്കാട് പിന്നെ പാലക്കാട്. അപ്പോൾ വളരെ പാലക്കാടിനെ സംബന്ധിച്ച് പറയുമ്പോൾ പാലക്കാട് ഒരു വലിയ ഫാക്ടറാണ്. പിന്നെ BJP വലിയൊരു ശക്തിയാണ് അവിടെ. BJP നഗരസഭ ഭരിക്കുന്ന BJP ആണ്, തുടർച്ചയായിട്ട് ഭരിക്കുന്നത് BJP ആണ്. അങ്ങനെ ഒരുപാട് പിന്നെ മലമ്പുഴ മണ്ഡലത്തിൽ BJP 2ാം സ്ഥാനത്താണ്. അതെ, അങ്ങനെ BJPയും വളരെ ശക്തമായി നിൽക്കുന്ന ഒരു സ്ഥലത്ത് ഈ ത്രികോണ മത്സരം നടക്കുമ്പോൾ രാഹുൽ ഫാക്ടർ ഇവിടെ ഇല്ലാതാവുന്നു. പിന്നെ ഈ കഴിഞ്ഞ തവണ ഉണ്ടായിരുന്ന MP രാജേഷിനുണ്ടായിരുന്ന നല്ല സ്ഥാനാർത്ഥിയാണൊക്കെയാണ്. നല്ല സ്ഥാനാർത്ഥി, അദ്ദേഹത്തെ ഞാൻ അംഗീകരിക്കുന്നത് നേതാവാണ്. പക്ഷേ എന്നാൽ പോലും മണ്ണാർക്കാട് മേഖലയിൽ CPMക്കാർക്കിടയിൽ തന്നെ ഉണ്ടായിരുന്ന ഒരു പടലപ്പിണക്കം ഉണ്ടായിരുന്നു. ആ പടലപ്പിണക്കമാണ് ആ ചെറിയ ഭൂരിപക്ഷത്തിന് മണ്ണാർക്കാട് വോട്ടെണ്ണുമ്പോൾ അവിടെയാണ്. മണ്ണാർക്കാട് UDF ചെറിയ ഭൂരിപക്ഷം ഒന്നല്ല. പക്ഷെ അത് ഞാൻ മണ്ണാർക്കാട് പല പരിപാടിക്കും പോകുന്ന ഒരാളെന്ന നിലക്ക് മണ്ണാർക്കാട് അവിടെ നല്ല ഭൂരിപക്ഷത്തിനാണ് UDFൻ്റെ MLA ജയിച്ചിരുന്നത്. പറയട്ടെ. അപ്പോൾ നമുക്ക് മണ്ണാർക്കാട് ഈ പറഞ്ഞതുപോലെ തന്നെ നിങ്ങൾ പറഞ്ഞത് ശരിയാണ്. അത് പെടലപ്പടക്കണമെന്നും അറിയില്ല. ഞാൻ കണ്ടിടത്തൊക്കെ UDFൻ്റെ MLA ഷംസുദ്ദീനെ ഏറ്റവും കൂടുതൽ പ്രൊട്ടക്റ്റ് ചെയ്യുന്നത് അവിടെയുള്ള CPMമാരാണ്. അവരുടെ ഒരു ഭയങ്കര സ്വീകാര്യനാണ്. പിന്നെ ഇനിയിപ്പോൾ ആര് പുതിയൊരു ആൾ വന്നാൽ അവിടെ എന്താവുമെന്ന് എനിക്ക് പറയാം. അതെന്താ വെച്ചാൽ ഈ MP രാജേഷിനോട് ഒരു വിരോധം, രാജേഷല്ല അല്ലാത്ത സമയത്ത് അല്ല, ആ ഒരു പഠനപ്പിണക്കം ഇപ്പോഴില്ല. വിജയരാഘവൻ വളരെ തന്ത്രപരമായിട്ട് രാഷ്ട്രീയ കളി കളിക്കാൻ അറിയുന്ന ഈ അംഗങ്ങൾ പയറ്റി തെളിഞ്ഞ ഒരു പോരാട്ടം പണ്ട് ആ തളർച്ചയുണ്ട്. പണ്ടത്തെ ആ ഒരു വീരശൂര പരാക്രമിയല്ല. പിന്നെ പാണ്ഡനായുടെ പല്ലിന് ശൗര്യം പണ്ടേ പോലെ പലിക്കാതിരിക്കാൻ ഇപ്പോൾ അവിടുത്തെ ഒരു മണ്ഡലങ്ങളിലൂടെ ഉള്ള ഒരു ഇത് നോക്കിക്കഴിഞ്ഞാൽ അവിടെ വളരെ മുമ്പ് തന്നെ ഈ ഓരോ വാർഡ് തലം തൊട്ടുള്ള പ്രചാരണ പരിപാടി ഏത് വിധേനയും ശ്രീകണ്ഠനെ പരാജയപ്പെടുത്തുക. കാരണം ശ്രീകണ്ഠൻ ഇനി തുടർന്നു കഴിഞ്ഞാൽ രാഷ്ട്രീയത്തിൽ CPMൻ്റെ പാലക്കാട് അടിത്തറ ഇളകാൻ വളരെയേറെ സാധ്യതയുണ്ട് എന്ന് കണ്ടെത്തിയുകൊണ്ട് തന്നെ വളരെ ശക്തമായ വാർഡ് തലം മുതൽ എന്തൊക്കെ പിണക്കങ്ങളുണ്ടെങ്കിലും അതെല്ലാം മാറ്റിമറിച്ചുകൊണ്ട് ഈ ഒരു അംഗത്തിൽ ശ്രീകണ്ഠനെ വീഴ്ത്തുക എന്ന ലക്ഷ്യത്തോടു കൂടി തന്നെയാണ് ഈ മാർക്സിസ്റ്റ് പാർട്ടി പ്രവർത്തിക്കുന്നത്. അപ്പോൾ മാർക്സിസ്റ്റ് പാർട്ടി ഒരു പ്രതിജ്ഞ എടുത്തു കഴിഞ്ഞാൽ അത് വിജയിപ്പിക്കാനുള്ള തന്ത്രങ്ങളും കുതന്ത്രങ്ങളും എല്ലാം തന്നെ അറിയാവുന്നൊരു പാർട്ടിയാണത് ഇടതുപക്ഷം എന്ന് പറയുന്നത്, അതിനെ നയിക്കുന്ന മാർക്സിസ്റ്റ് പാർട്ടി. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു ഇതിൽ വളരെ ശക്തമായിട്ട് പ്രചാരണ പരിപാടി കാണുമ്പോൾ അവിടെ വിജയരാഘവനാണ് മുന്നിൽ നിൽക്കുന്നത്. അതുപോലെ തന്നെയാണ് അതേ ശക്തിയോടുകൂടി തന്നെയാണ് അവിടെ കൃഷ്ണകുമാർ നിൽക്കുന്നത്. ഈ ത്രികോണ മത്സരം ശക്തമാകുന്ന അവസരത്തിൽ അവിടെ ത്രികോണ മത്സരം എന്ന് പറയാറില്ല, എന്നാലും മോശമില്ലാത്തൊരു സാന്നിധ്യം BJPക്ക്. മോദി ഏറ്റവും കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന മണ്ഡലങ്ങളിൽ ഒന്നാണ് അവരുടെ 6 പ്രധാനപ്പെട്ട മണ്ഡലങ്ങളിൽ. പ്രധാനമന്ത്രി ഒരു വാർഡ് മെമ്പറെക്കാളും കൂടുതൽ കേരളത്തിൽ പോകുന്നില്ലല്ലോ. അതെ. പണ്ട് മുമ്പ് ഇന്ത്യയിലൊന്ന് ഇറങ്ങി കിട്ടാൻ ആളുകൾ കഷ്ടപ്പെട്ട് നടക്കുകയായിരുന്നു മോദിനെ. കാരണം ഇപ്പം മൂപ്പർ കേരളത്തിൽ നിന്ന് പോകണില്ല, എപ്പം നോക്കിയാലും കേരളത്തിലുണ്ട്. അപ്പോൾ എന്തൊക്കെ പറഞ്ഞാലും ഞാൻ പറയുന്നത് കൃഷ്ണ റോഡ് ഷോ ഒരു മോശം സ്ഥാനാർത്ഥിയാണെന്നൊന്നും ഞാൻ പറയുന്നത്, അദ്ദേഹം നല്ല വിഷയം തന്നെയാണ്. അപ്പോൾ ഈ 3 ആളുകളും ഒരേപോലെ നിൽക്കുന്ന അവസരത്തിൽ അല്ല ഈ പറഞ്ഞ് വല്ല കൃഷ്ണകുമാറിന് സാധ്യതകളോടെ കാണുന്നുണ്ടോ? സാധ്യത കാണുന്നില്ലെങ്കിൽ നല്ല വോട്ട് പിടിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതിൽ ചെറിയൊരു ഭൂരിപക്ഷം അത് അങ്ങോട്ട് മാറാം ഇങ്ങോട്ടും മാറാം. വലിയ ഭൂരിപക്ഷമൊന്നും ഇനി ഉണ്ടാവില്ല. പക്ഷേ ചെറിയ ഭൂരിപക്ഷം, അതും അവസാന വാക്കല്ല. എന്നാൽ പോലും ഞാൻ കാണുന്നു ഒരു 1-2% കൂടുതൽ
മികച്ച് വിജയരാഘവൻ നിൽക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ പിന്നെ ഇപ്പോൾ ഒരു പറയണു ചെറിയൊരു ഭൂരിപക്ഷം ചെറിയ ഒരു സാധ്യത വിജയരാഘവൻ ജയിക്കാൻ സാധ്യതയുണ്ടെന്ന് പറയുന്നു. ഞാനിതോടൊപ്പം ഒരു കാര്യം പറയുന്നു, അത് നാളെ ശരിയാണോ തെറ്റാന്ന് നോക്കാം. പാലക്കാട് ശ്രീകണ്ഠൻ ഒരു 20,000-ൽ പരം വോട്ടുകൾക്ക് പാലക്കാട് ശ്രീകണ്ഠനും പാലക്കാടിൽ നിന്ന് പോയി വടകര മത്സരിച്ച, രണ്ട് പാലക്കാട് ബന്ധമാണല്ലോ, വടകര മത്സരിച്ച ഷാഫി ഒരു 70,000-ന് മേലെ, ചെറിയ ഭൂരിപക്ഷമൊന്നുമില്ല, 70,000-ൻ്റെ 80,000-ൻ്റെ ഇടക്കുള്ള ഭൂരിപക്ഷത്തിന് ഷാഫി ജയിക്കുമെന്നാണ് എൻ്റെ മനസ്സ് പറയുന്നത്. നിങ്ങളതിന് തർക്കിക്കാനും വരണ്ട. ജൂൺ 4-ാം തീയതി വോട്ടെണ്ണുമ്പോൾ നമുക്ക് പറയാം, നിങ്ങൾ ഓർത്ത് വെക്കണം ഞാൻ ഈ പറഞ്ഞത്. കാത്തിരുന്ന് കാണാം. വെയിറ്റ് ആൻഡ് സീ.